അല്ലെങ്കിൽ ആവറേജ് ഒരു ബിലോ ആവറേജ് റേഞ്ചിലുള്ളവർക്ക് പോലും ഒരു 340+ NCERT ബയോളജിയിൽ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുന്നതിനകത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ടോ. പഠിച്ചു കഴിഞ്ഞത് വെച്ചിട്ട് ഞാനാണ് ഇങ്ങനെയൊക്കെ ടിക്ക് ചെയ്ത് വെച്ചത്. ഞാൻ എൻ്റെ രീതിയിലൊരു 4-5 റിവിഷൻ കഴിയുമ്പോൾ ഇവിടെ ടിക്ക് ചെയ്യും. പിന്നെ നമ്മൾ എക്സാമിന് കയറുന്നതിന് മുന്നേ വായിക്കത്തില്ലേ അതിൻ്റെ തലേന്ന്, അന്നേരം ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകും. നീറ്റ് 2026 അപ്പിയർ ചെയ്യുന്ന കൊച്ചുങ്ങൾക്കും അതുപോലെ തന്നെ 27 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൊച്ചുങ്ങൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ് ഹൗ ടു അപ്രോച്ച് ബയോളജി, അല്ലെങ്കിൽ ഹൗ ടു റീഡ് NCERT പ്രോപ്പർലി. ഇപ്പോൾ നമ്മൾ നീറ്റ് 2026 എഴുതാൻ ഒരുങ്ങി നിൽക്കുന്ന കൊച്ചുങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം നടക്കുന്ന മോഡൽ എക്സാമിനൊക്കെ ഒരു 400 മാർക്ക് ഒക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ബയോളജിയുടെ സ്കോർ ഒരു 340 അല്ലെങ്കിൽ ഒരു 300 റേഞ്ചിലേ ആയിരിക്കത്തില്ല. കാരണം എന്തായാലും നമുക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും കൂടെ കിട്ടുന്ന മാർക്ക് ഒരു 50-60 റേഞ്ചിൽ ഒരിക്കലും വരത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ബയോളജിയിൽ ലാഗിങ് ബിഹൈൻഡ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വായിക്കുന്ന ഒരാൾക്ക്, അതായത് അത്യാവശ്യം ഒരു ആവറേജ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും നമുക്ക് NCERT ബയോളജിക്ക് 340+ സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇത് പ്രത്യേകിച്ച് വേറെ നമുക്ക് ബുദ്ധിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധി എന്നല്ല, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ടാലൻറ്റ് വേണ്ടുന്ന സംഭവമല്ലല്ലോ. നമ്മൾ ജസ്റ്റ് വായിക്കുക, നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു കഴിവ്, അല്ലെങ്കിൽ വായിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഓർത്തിരിക്കാനുള്ളൊരു കഴിവ് മാത്രം മതി. അല്ലാണ്ട് നമുക്ക് അതിനപ്പുറത്തോട്ടൊരു ടാലൻറ്റ്, അതായത് നമുക്ക് നല്ല രീതിയിൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസോ അങ്ങനത്തെ ഇപ്പം എന്താണ് ഒരു എന്താ ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ കെമിസ്ട്രിയിലെ പോലത്തെ ട്രിക്കി ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള സ്കില്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം മതി. അപ്പോൾ ആവറേജ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും, അല്ലെങ്കിൽ ആവറേജ് ഒരു ബിലോ ആവറേജ് റേഞ്ചിലുള്ളവർക്ക് പോലും ഒരു 340+ NCERT ബയോളജിയിൽ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുന്നതിനകത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ NCERT വായിക്കണം എന്നുള്ളതാണ്, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ എങ്ങനെ നമ്മൾ NCERT വായിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. കണ്ടോ, പഠിച്ചു കഴിഞ്ഞത് വെച്ചിട്ട് ഞാനാണ് ഇങ്ങനെയൊക്കെ ടിക്ക് ചെയ്ത് വെച്ചത്. ഞാൻ എൻ്റെ രീതിയിലൊരു 4-5 റിവിഷൻ കഴിയുമ്പോൾ ഇവിടെ ടിക്ക് ചെയ്യും. പിന്നെ നമ്മൾ എക്സാമിന് കയറുന്നതിന് മുന്നേ വായിക്കത്തില്ലേ അതിൻ്റെ തലേന്ന്, അന്നേരം ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകുമായിരുന്നു. കണ്ടോ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി എന്ന് പോലും പറയാൻ പറ്റത്തില്ല. നമ്മൾ അവിടെ പോലും വായിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ എല്ലാ മുക്കും മൂലയും വായിക്കണോടാ. പിന്നെ ദേ ഇത് കണ്ടോ, ചിലപ്പോൾ ഈ ഫോട്ടോ വന്നിട്ട് ഐഡൻറ്റിഫൈ ദിസ് പേഴ്സൺ എന്ന് പോലും ചോദിച്ചുകൂടായികയില്ല. കാരണം നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അവരുടെ ആരുടെയെങ്കിലുമൊക്കെ ഒരു ബയോഗ്രഫി തന്നിട്ടുണ്ടെങ്കിൽ അതുപോലും നമ്മൾ റീഡ് ചെയ്യണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ പോയിൻറ്റ്സ് വേറെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കാണുമോ ഒക്കെ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു ഔട്ടൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ദേ ഇവിടെ ഇങ്ങനെ എഴുതി വെക്കണം. കണ്ടോ, നമ്മൾ ഓരോ മുക്കും മൂലയും വായിക്കണം ഇവിടെ. നമ്മൾ ഒരു പോയിൻ്റ് പോലും വിടരുത്. നമുക്ക് എക്സ്ട്രാ ആയിട്ട് എന്ത് തോന്നുന്നുണ്ടോ അതെല്ലാം നമ്മളിത് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കണം. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 2021 നീറ്റിന് മുന്നേ വരെ ടെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ അങ്ങ് പഠിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തും പഠിക്കാമായിരുന്നു. പക്ഷേ വന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 മുതൽ അസേർഷൻ റീസൺ വന്നു. അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി നമ്മുടെ രീതിയിൽ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ പഠിച്ചതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് സമയമെടുക്കും. ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം നമ്മൾ ടെക്സ്റ്റ് തന്നെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്തിൽ ഒരു എക്സ്ട്രാ ഒരു നോട്ടോ എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ ഒരു നോട്ടുള്ളത് കട്ട് ചെയ്തൊക്കെയാണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ തന്നെ കൃത്യം മനസ്സിലാവും. കാരണം നമ്മൾ അത്രയും തവണ ടെക്സ്റ്റ് വായിക്കുന്നതല്ലേ. നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനെയല്ല, നമ്മുടെ ടെക്സ്റ്റിൽ എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ വരും. പിന്നെ നമ്മൾ എത്ര വട്ടം ഓരോ വട്ടം നമ്മൾ ടെക്സ്റ്റ് വായിക്കുമ്പോഴും നമ്മൾ പുതുതായിട്ട് ഓരോരോ കാര്യങ്ങൾ കാണുകടാ. അതിപ്പോൾ ഞങ്ങളുടെ സർജറിയുടെയോ മെഡിസിൻ്റെയോ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും നമ്മൾ ടെക്സ്റ്റിനകത്ത് ഒരു വട്ടം വായിച്ചു, രണ്ടാമത്തെ വട്ടം വായിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ വട്ടം ശ്രദ്ധിക്കാത്തൊരു പോയിന്റ് നമ്മുടെ കണ്ണിൽ പെടും. മനസ്സിലായോ? അത് അങ്ങനെയാണ്. അപ്പം നമ്മൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കുന്നതിലും ഏറ്റവും നല്ലത് ബയോളജി ടെക്സ്റ്റ് വായിച്ച് തന്നെ പഠിക്കുന്നതാണ് കേട്ടോ. കാരണം നമ്മൾ ഒരു പോയിന്റ് പോലും മിസ്സാവത്തില്ല. നമ്മൾ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം ഞാനിപ്പോൾ കാണിച്ച ആ ഏണസ്റ്റ് മേയറിൻ്റെ ഫോട്ടോഗ്രാഫൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു പേരൊക്കെ നമ്മൾ അതൊക്കെ ഉൾപ്പെടെ ഷോർട്ട് നോട്ട്സിൽ എഴുതാനാണെങ്കിൽ നമുക്ക് ഒത്തിരി സമയം കൺസ്യൂമിങ് അല്ലേ. ഇതിപ്പോൾ നമ്മൾ കാണുമ്പോൾ അതൊക്കെ ഓർക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് കൂടുതലാണ്. പിന്നെ ബയോളജിയാണ്, ഒത്തിരി ഡയഗ്രംസ് ഉണ്ട്. ഡയഗ്രംസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഡയഗ്രം ഒന്നും വരച്ച് വെച്ച് പഠിക്കുന്നതൊക്കെ അത്ര ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പം NCERT തന്നെ വായിച്ച് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്ക് എക്സ്ട്രാ ആയിട്ട് എന്ത് പോയിന്റ്സ് കണ്ടാലും അതിൻ്റെ സൈഡിൽ എഴുതി വെക്കുക. എന്നുവെച്ചാൽ എല്ലാം കൂടെ വാരി നിറച്ച് നമുക്ക് ഒരിക്കലും വായിക്കാൻ പറ്റാത്തൊരു രീതിയിലാക്കരുത്. അങ്ങനെ ആണ്. പിന്നെ ഈ തന്നേക്കുന്ന എക്സസൈസൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യുക. അതായത് MCQയിൽ ചോദിക്കാൻ പറ്റുന്ന സംഭവങ്ങളുണ്ടല്ലോ,
അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ എല്ലാ എക്സ്ട്രാ പോയിൻറ്റ്സ് എന്തുണ്ടെങ്കിലും നമ്മളിങ്ങനെ സൈഡിൽ എഴുതി പോവുക. കാരണം നമുക്ക് ഒരു നോട്ട് എഴുതി അതും റിവിഷൻ ചെയ്ത് ടെക്സ്റ്റും വായിച്ച് അതിനുള്ളൊരു സമയം നമുക്ക് അവസാനം ഫിഗറും നന്നായിട്ട് നോക്കണം, എല്ലാ മാർക്കിങ്സും ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ഒരു ഫിഗറോ ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒക്കെയാണ് തെറ്റിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മാർക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടഫായിട്ടുള്ളൊരു ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. മാത്രമല്ല ഇത് സിമ്പിൾ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എല്ലാവരും ആ ഒരു മാർക്ക് സ്കോർ ചെയ്ത് നിങ്ങളെക്കാട്ടിലും മുന്നിൽ വരും. കാരണം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണല്ലോ. അപ്പോൾ നമ്മൾ പരമാവധി സ്കോർ ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് നോക്കുക. എക്സ്ട്രാ പോയിൻറ്റ്സ് ഒക്കെ ടെക്സ്റ്റിൽ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുക. സംഭവം കാണിച്ചു തരാം. ഇത് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്തതല്ല, ഞാനിത് 2021 നീറ്റിന് മുന്നേ മാർക്ക് ചെയ്ത് വെച്ചതാണ്. ഞങ്ങളുടെ നീറ്റിന് ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഒരു ഏരിയ പോലും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതടക്കം അതിനകത്ത് എഴുതി വെക്കാനുള്ള ചാൻസ് കുറവല്ലേ. അതാണ് ഞാൻ പറയുന്നത്, ടെക്സ്റ്റ് തന്നെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത്. പഠിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഇത് കണ്ടോ, ടാലി മാർക്ക് പോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഓരോ വട്ടം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, അതായത് വായിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വെട്ടി കളയാടാ. ഇതിങ്ങനെ വെട്ടി കളയുക. ഓരോ വട്ടം വായിക്കുമ്പോഴും ഇങ്ങനെ വെട്ടി കളയുക. എന്നിട്ട് അതായത് ഈ 5 വട്ടം മാർക്ക് ചെയ്ത് വെട്ടിയതിന് ശേഷം നിങ്ങൾ ഈ ലിവിങ് വേൾഡിനൊരു ടിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരു വട്ടവും കൂടെ വായിച്ചിട്ട് നിങ്ങൾ NCERTയുടെ ആ ഒരു ഇൻഡെക്സിൽ ടിക്ക് ചെയ്യുക. ഒരു മിനിമം ഒരു 5 to 7 തവണയെങ്കിലും നിങ്ങൾ വായിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പറ്റൂടാ. നമ്മൾ ആദ്യത്തെ വട്ടം വായിക്കുമ്പോൾ മാത്രമേ നമുക്ക് അത്യാവശ്യം സമയം എടുക്കത്തുള്ളൂ. അതിനുശേഷം ഇത് കണ്ടോ, അവൾ ദൈവത്തിൻ്റെയൊക്കെ ഫോട്ടോ ഇതൊക്കെ ശാലു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അമ്പലത്തിൽ പൂജിച്ച് കിട്ടിയൊരു പൂ വരെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അത്രയും ഇത്തിരി ഹമ്പിളാവുക, നമ്മൾ ആരോടും ദേഷ്യമൊന്നും പെടാതിരിക്കുക, നമ്മുടെ മൈൻഡ് എപ്പോഴും മാക്സിമം കൂളാക്കി വെക്കുക. അതാണ് അതിൻ്റെ പിന്നിലുള്ളൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കാന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MCQs പോലും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് ലാസ്റ്റ് മിനിറ്റിലെ കാര്യമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ MCQs പ്രാക്ടീസ് ചെയ്യണം. അതിനകത്ത് എക്സ്ട്രാ ആയിട്ടുള്ളൊരു പോയിന്റോ എന്തെങ്കിലും നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിൽ നോട്ട് ചെയ്ത് പോകണം. ഇപ്പോൾ ബ്രില്യൻറ്റിലോ സൈലത്തിലോ നിങ്ങൾ തരുന്ന നോട്ട്സിലൊക്കെ ഒരുവിധം റിലവൻ്റ് ആയിട്ടുള്ള എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ എല്ലാം കൂടെ വാരി എഴുതി വെക്കരുത്. കാരണം അത്ര ഔട്ടൊന്നും ചോദിക്കത്തില്ല. കാരണം 2019 ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് പക്ക NCERT ഓറിയൻറ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് മതി. അതായത് ആവശ്യം ഇതുമായിട്ടൊക്കെ അത്യാവശ്യം ബന്ധമുള്ളത്. അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എക്സ്ക്രീഷൻ ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ച സമയത്ത് ഞാനിപ്പോൾ പഠിക്കുന്നത്, അതായത് MBBSൻ്റെ ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾ ഫിസിയോളജിയിൽ പഠിപ്പിക്കുന്ന ലെവലിൽ അവിടുത്തെ ടീച്ചേഴ്സ് പഠിപ്പിക്കുമായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങളുമായിട്ട് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. അങ്ങനെ അത്രയും ഒരു ലിമിറ്റൊക്കെ മതിയിടാ. ഈ ഡെൻറ്റിഷനൊക്കെ പഠിപ്പിച്ചപ്പോഴത്തേക്ക് എന്തോ ടീത്തിൻ്റെയൊക്കെ ഒറിജിൻ മുതലുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ അത്യാവശ്യമുള്ള ഔട്ടുകൾ കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മതി. ടെക്സ്റ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള എന്ന് നമുക്ക് തോന്നുന്ന ഔട്ട് മാത്രം നമ്മൾ എഴുതി വെച്ച് പഠിച്ചാൽ മതി. അപ്പോൾ ഏറ്റവും കൂടുതൽ NCERTക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക. പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ ഈ MCQs പ്രാക്ടീസ് ചെയ്ത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾ ആദ്യത്തെ വട്ടം NCERT റീഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതുപോലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതിൽ കണ്ടുപിടിക്കുന്ന എക്സ്ട്രാ പോയിൻറ്റ്സ് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ എക്സ്ട്രാ പോയിൻറ്റ്സ് ഉൾപ്പെടെ വേണം പിന്നുള്ള രീതിയിൽ വായിക്കാൻ. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്പുണ്ട്, മെമോനീറ്റ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, മെമോനീറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഹൈലൈറ്റഡ് ആയിട്ടാണ് അവരുടെ NCERT അവർ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. മെമോനീറ്റ് ആപ്പിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഹൈലൈറ്റഡ് ആയിട്ടുള്ള NCERTയുടെ PDF കിട്ടും. ഇപ്പോൾ നമ്മൾ ആ ഒരു സബ്സ്ക്രിപ്ഷൻ, ആ ഒരു റേഞ്ചിൽ നമ്മൾ ആ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ബയോളജിയുടെ കാര്യത്തിൽ മാത്രമല്ല യൂസ് ഉണ്ടാവുന്നത്, നമുക്ക് ഫിസിക്സും കെമിസ്ട്രി എല്ലാം യൂസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങൾ ഇൻക്ലൂഡിങ് റിവിഷൻ നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങളൊരു ക്രാഷ് കോഴ്സ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും നല്ലതാണ്. കാരണം ഇപ്പോൾ ഏത് ക്രാഷ് കോഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഒരു 5K 6K റേഞ്ച്, മിനിമം 10K ആണെന്ന് തോന്നുന്നു ഇപ്പോൾ മിനിമം. അപ്പോൾ ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്രാഷ് കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കായിട്ട് അവർ കസ്റ്റമൈസ് ചെയ്തേക്കുന്ന റേറ്റിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതാണ് എൻ്റെ കോഡ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാൻ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതാണ് അവരുടെ പ്രീവിയസ് ഇയർ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതായത് നീറ്റ് 2025 96% ക്വസ്റ്റ്യൻസ് മെമോനീറ്റിൻ്റെ ആപ്പിൽ നിന്നാണ് കേട്ടോ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ബാച്ചസ്. നിങ്ങൾക്കിപ്പം ടെസ്റ്റ് സീരീസ് പ്രിൻറ്റഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർ പ്രിൻറ്റഡ് ആയിട്ട് അയച്ചു തരും. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മിസ്റ്റേക്ക് ബുക്ക് എന്നുള്ള രീതിയിലൊക്കെ റെക്കോർഡ് ആവും. അപ്പോൾ നമുക്കത് മാത്രം റെഫർ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ എപ്പോഴും തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും വായിക്കണം അല്ലെങ്കിൽ വീണ്ടും നോക്കണമെന്ന് പറയത്തില്ല. ഇപ്പം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ റിപ്പീറ്റഡ് ആയിട്ട് തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ ടെക്സ്റ്റിൽ എവിടെയെങ്കിലുമൊക്കെ മാർക്ക് ചെയ്തിടും. അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഒരു നോട്ട് കീപ്പ് ചെയ്യും. ഇത് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല. നമ്മൾ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് ഓട്ടോമാറ്റിക്കലി മിസ്റ്റേക്ക് ബുക്കിലേക്കാണ് റെക്കോർഡ് ആവുന്നത്. അപ്പോൾ ആപ്പ് ഭയങ്കര യൂസ്ഫുൾ ആണ്.
അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 400 റേഞ്ചിലൊക്കെയാണ് നിങ്ങളുടെ സ്കോർ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ബയോളജി നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റൂ. എങ്ങനെയെങ്കിലും ബയോളജിയുടെ സ്കോർ ഒരു 340 റേഞ്ചിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്കോർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. ഇപ്പോൾ ഈ ചേച്ചി ഒരു 450 എങ്കിലും കിട്ടിയാൽ മതി, ഒരു 500 എങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ പറയുന്ന കൊച്ചുങ്ങൾ, നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ബയോളജിക്ക് കൊടുക്കുക. ബാക്കിയുള്ള സബ്ജക്റ്റിനും കൊടുക്കണം, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻസ് ബയോളജിക്ക് കൊടുക്കുക. കാരണം സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതും ബയോളജിക്കാണ്. നമുക്ക് ഈ ലാസ്റ്റത്തെ 1-2 ദിവസം കൊണ്ട് ചിലപ്പോൾ അടുക്കി കൂട്ടിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമല്ല ബയോളജി. കാരണം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കണം. നമ്മൾ ഒരു വട്ടമൊക്കെ വായിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചോദിക്കുമ്പോൾ തെറ്റിപ്പോകാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ കൂടുതലാണ്. നമ്മൾ ആദ്യത്തെ വട്ടം വായിക്കുമ്പോൾ മാത്രമേ ചിലപ്പോൾ ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ നമുക്ക് ഇത്രയും സമയം എടുക്കത്തുള്ളൂ. ഞാൻ നീറ്റ് എക്സാമിൻ്റെ തലേന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂർ കൊണ്ട് ഈ ടെക്സ്റ്റും മറ്റേ ടെക്സ്റ്റും കൂടെ, അതായത് നമ്മുടെ +1 +2 ടെക്സ്റ്റ് രണ്ടും കൂടെ 4-5 മണിക്കൂർ പോലും എടുത്തില്ല. എനിക്കൊന്ന് 3 മണിക്കൂർ എന്തോ കൊണ്ട് 2 ടെക്സ്റ്റും വായിച്ചെടുത്തു. നമ്മളിങ്ങനെ നമുക്ക് ആ ഒരു പേസ് വരുവടാ, നമുക്ക് പെട്ടെന്ന് വായിച്ച് കവർ ചെയ്യാനുള്ളൊരു പേസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഇരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഇത് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ആ ഒരു ചിന്തയൊന്നും നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ കൊണ്ടുവരേ ചെയ്യരുത്. കാരണം ഇനിയുള്ള സമയം നമ്മൾ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, എങ്ങനെ മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യുക, നമ്മുടെ പേരൻസിനെയും നമ്മുടെ ഒരു സെൽഫായിട്ട് എങ്ങനെ പ്രൗഡ് ആവാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.